ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. In the name of Allah, the Beneficent, the Merciful. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ KKMA പരിശുദ്ധ റമളാനിനോടനുബന്ധിച്ച് നടത്തുന്ന ഓൺലൈൻ പ്രോഗ്രാമിലാണ് നമ്മൾ ഓരോരുത്തരുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവനേറെ ഇഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റമളാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന മുഴുവൻ അഅ്മാലു സ്വാലിഹാത്തുകളിൽ നമ്മളിൽ നിന്ന് കബൂലാക്കട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ നൽകി നമ്മളെയൊക്കെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. റമളാൻ അവസാനത്തെ 10 നമ്മളിലേക്ക് കടന്നു വരികയാണ്. അവസാനത്തെ 10 ഇബാദത്തുകളെ കൊണ്ടും കൂടുതൽ നല്ല കർമ്മങ്ങൾ കൊണ്ടും നഷ്ടപ്പെട്ട പലതിനെയും തിരിച്ചു പിടിക്കാനുള്ള അവസാന സമയം കൂടെയാണ് റമളാനിൽ അവസാനത്തെ 10 എന്നുള്ളത്. ആദ്യത്തെ 20 ദിനങ്ങൾ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ നമുക്ക് ഇബാദത്തുകളിലും നന്മകളിലുമൊന്നും ഏർപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതൊക്കെ വീണ്ടെടുക്കാനുള്ള ഒരു അവസരമാണ് അവസാനത്തെ 10. അതുകൊണ്ട് തന്നെ അവസാനത്തെ 10 വലിയ പ്രാധാന്യമുള്ള 10 ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന 10 ദിവസങ്ങളാണ്. ലൈലത്തുൽ ഖദർ തന്നെ ഒരു മനുഷ്യായുസ്സിൻ്റെ മുഴുവൻ പ്രതിഫലങ്ങളും നമുക്ക് നേടിത്തരുന്ന ഒരു വലിയ രാത്രി കൂടിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. അവസാനത്തെ 10ലുള്ള ഈ കുതിപ്പ് നമ്മൾ ഓരോരുത്തരും അത് അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ, വ്യക്തമായ മാതൃകകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്ന റിവായത്ത് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ 10 മറ്റുള്ള ദിവസങ്ങളിൽ പരിശ്രമിച്ചതിനേക്കാൾ കൂടുതൽ നബി തങ്ങൾ പരിശ്രമിക്കുമായിരുന്നു എന്ന് ഹദീസിലുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ 20 ദിവസങ്ങളിൽ പരിശുദ്ധ റമളാനിൽ ചെയ്തിരുന്നതിനേക്കാൾ കൂടുതൽ ഇബാദത്തുകൾ, കൂടുതൽ നന്മകൾ അവസാനത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുമായിരുന്നു. അതിന് നബി തങ്ങൾ തന്നെ മാതൃകയാണ്. ഈ റമളാൻ ഇങ്ങനെ അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊന്നും ഇനി നമുക്ക് തിരിച്ചു കിട്ടൂല. കഴിഞ്ഞ ഈ ഇത്രയും ദിവസങ്ങൾ റമളാനിൽ കഴിഞ്ഞത് അതിനെ തിരിച്ചു കിട്ടിയിട്ട് അതിൽ ഒന്ന് റിബാൻഡ് അടിച്ച് അതല്ലെങ്കിൽ റിവൈസ് ചെയ്ത് അതിലെന്തെങ്കിലും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. മനുഷ്യായുസ് അങ്ങനെ തീർന്നു പോയതൊക്കെ പോയി. അതുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ ആലോചിച്ച് സങ്കടപ്പെടാതെ നമ്മുടെ മുമ്പിലുള്ളതിനെ ധന്യമാക്കാനുള്ള പരിശ്രമങ്ങളിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിയുടെ എല്ലാ ദിവസവും ഒരുപോലെ ആകരുത്. ഇന്നലെയേക്കാൾ ഇന്ന് മെച്ചമുള്ളതാകണം, ഇന്നിനേക്കാൾ കൂടുതൽ മെച്ചമുള്ളതായിരിക്കണം നാളെ. അതാണ് ഒരു വിശ്വാസിയുടെ ഒരു ദിവസം എന്ന് പറയേണ്ടത്. അങ്ങനെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നേടിയെടുക്കാൻ സാധിക്കാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരവസാന പരിശ്രമത്തിൻ്റെ സമയമാണ് ഈ അവസാനത്തെ 10 ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അവസാനത്തെ 10 ദിവസങ്ങളെ വിലമതിക്കാനാവാത്ത അതിൻ്റെ നിമിഷങ്ങളെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മറ്റൊരു ഹദീസ് കൊണ്ട് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു ഈ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ അഹ്യൽ ലൈല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയെ ഹയാത്താക്കുമായിരുന്നു. രാത്രിയിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. വഅയ്ഖള അഹ്ലഹു, മാത്രവുമല്ല സ്വന്തം കുടുംബക്കാരെ, ഭാര്യമാരെയൊക്കെ എഴുന്നേൽപ്പിക്കും, ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. വജദ്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ പരിശ്രമിക്കും, കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവും. വശദ്ദൽ മിഅ്സറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരയുടുപ്പ് മുറുക്കി ഉടുക്കുകയും ചെയ്യുമായിരുന്നു. അതിന് പല വ്യാഖ്യാനങ്ങളും മുഹദ്ദിസീങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നബി തങ്ങൾ അരയുടുപ്പ് മുറുക്കി ഉടുക്കുമെന്ന് പറഞ്ഞാൽ അന്ന് ഭാര്യമാരിലേക്കൊന്നും പോകാതെ ആ സമയങ്ങളൊക്കെ ഇബാദത്തിൽ മുഴുകുമായിരുന്നു എന്ന്. ഈ 4 കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. രാത്രി കൂടുതൽ ആരാധനകളിൽ മുഴുകുക, അതുപോലെ തന്നെ ഈ പുണ്യങ്ങളൊക്കെ നേടിയെടുക്കുന്നതിൽ സ്വന്തം ഇണകളെ കൂടി പങ്കു ചേർക്കുക,
ആദ്യത്തെ 20-നേക്കാൾ കൂടുതൽ ആരാധനകളിൽ തീവ്രമായി പരിശ്രമിക്കുക. അതുപോലെ തന്നെ സ്വന്തം കുടുംബക്കാരിൽ നിന്ന് പോലും മാറി ആരാധനകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് ഈ അവസാനത്തെ 10 നമുക്കും ഉള്ള അവസരമാണ്. ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിൽ ഈ നഷ്ടപ്പെട്ടതൊന്നും തിരിച്ച് നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഉള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരുപക്ഷെ അവസാനത്തേതായിരിക്കാം. അതുകൊണ്ട് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ സന്ദേശത്തിൽ നിങ്ങൾക്കുള്ള ചോദ്യം എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അവസാനത്തെ 10-ൽ കൂടുതൽ പരിശ്രമങ്ങൾ നടത്തുമായിരുന്നു എന്നുള്ള ഒരു ഹദീസ് ഞാൻ പറയുകയുണ്ടായി. അത് റിപ്പോർട്ട് ചെയ്തത് ആരെ തൊട്ടാണ് എന്നും പറഞ്ഞിരുന്നു. അത് ആരാണ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.